നമ്മുടെ ഫാക്ടറി പ്രൊഡക്ഷന്റെ ലാസ്റ്റ് സ്റ്റേജ്, അതായത് ഫോർത്ത് സ്റ്റേജിൽ വരുന്ന മെഷീനാണ് ഈ ബോറിംഗ് മെഷീൻ, അതായത് മൾട്ടി ബോറിംഗ് മെഷീൻ എന്ന് പറയും. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് പാനൽസ് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മളൊരു സെറ്റിംഗ് യൂസ് ചെയ്യും. അതിന്റെ പേരാണ് മിനി ഫിക്സ്. ആ മിനി ഫിക്സ് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ബോറിംഗ് മെഷീൻ കൂടിയേ തീരൂ. കാരണം എന്നാന്ന് വെച്ചാൽ ഇത് മിനി ഫിക്സ് സെറ്റിംഗ് വരുന്ന ഒരു 2 പീസാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിന്റെ സെറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജോയിൻ ചെയ്യുന്നത് ഇത് കണ്ടോ, ഇവിടെ ഒരു 3 ഹോൾസ് ഉണ്ടാവും. ഈ 3 ഹോൾസിന്റെ കൂടെ ഇവിടെ ഒരു സ്റ്റംപ് ഉണ്ടാവും. ഈ സെയിം വുഡൻ സ്റ്റംപ്സ് തന്നെ ഇപ്പുറത്തും ഉണ്ടാവും. ഈ ഹോൾസ് ഒക്കെ ആക്ച്വലി ഇടാൻ വേണ്ടിയാണ് ഈ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോൾസിലേക്ക് ഇതിങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ കയറ്റി വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, ഇതൊന്നും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോഴത്തേന് ഈ പീസ് ഇവിടെ ലോക്ക് ആവും. പിന്നെ നമ്മൾ എത്ര വലിച്ചെന്ന് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്തെന്ന് പറഞ്ഞാലും ഇത് മൂവ് ആവില്ല. ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ഷെൽഫ് എല്ലാം ലോക്കിംഗ് സിസ്റ്റം ചെയ്ത് വെക്കുന്നത്. മിനി ഫിക്സിന്റെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ബോക്സ് ആണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തൊരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ മിനി ഫിക്സ് ചെയ്യുന്നതുകൊണ്ടൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെൽഫുകളിലോ അല്ലെങ്കിൽ ഇതിന്റെ പുറമെയോ നമുക്ക് സ്ക്രൂസോ കാര്യങ്ങളോ ഒന്നും വിസിബിൾ ആവില്ല. ഈ ഒരു സെറ്റിംഗ് മാത്രമായിരിക്കും നമുക്ക് ഇവിടെ വിസിബിൾ ആകുന്നത്. ഈ ഒരു സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് ഞാനിവിടെ പിടിച്ച് ഇത് പൊക്കാൻ നോക്കിയാലോ അല്ലെങ്കിൽ ഇത് വലിക്കാൻ നോക്കിയാലോ ഒന്നും ഇത് വരില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കും ആക്ച്വലി ഈ ഫാക്ടറി ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഭാഗങ്ങൾ.